കാണാതെ കടന്നു പോയാലും യേശു നിന്നെ മാത്രം ലക്ഷ്യമാക്കി. നിന്റെ ചിന്തയെല്ലാം അവൻ അറിയും. നിന്നെ മാത്രം ലക്ഷ്യമാക്കി നിന്റെ ചിന്തയെല്ലാം അവൻ അറിയും. കാക്കുന്നവൻ, ഉരുവാക്കുന്നവൻ, തോളിന്മേൽ ചുമക്കുന്നവൻ. കാക്കുന്നവൻ, ഉരുവാക്കുന്നവൻ, തോളിന്മേൽ ചുമക്കുന്നവൻ. കണ്ടിട്ടും കാണാതെ കടന്നു പോയാലും യേശു, കണ്ടിട്ടും കാണാതെ കടന്നു പോയാലും യേശു നിന്നെ മാത്രം ലക്ഷ്യമാക്കി. നിന്റെ ചിന്തയെല്ലാം അവൻ അറിയും. നിന്നെ മാത്രം ലക്ഷ്യമാക്കി നിന്റെ ചിന്തയെല്ലാം അവൻ അറിയും. കാക്കുന്നവൻ, ഉരുവാക്കുന്നവൻ, തോളിന്മേൽ ചുമക്കുന്നവൻ. കാക്കുന്നവൻ, ഉരുവാക്കുന്നവൻ, തോളിന്മേൽ ചുമക്കുന്നവൻ. കണ്ടിട്ടും കാണാതെ കടന്നു പോയാലും യേശു, കണ്ടിട്ടും കാണാതെ കടന്നു പോയാലും യേശു നിന്നെ മാത്രം ലക്ഷ്യമാക്കി. നിന്റെ ചിന്തയെല്ലാം അവൻ അറിയും. നിന്നെ മാത്രം ലക്ഷ്യമാക്കി നിന്റെ ചിന്തയെല്ലാം അവൻ അറിയും. കാക്കുന്നവൻ, ഉരുവാക്കുന്നവൻ, തോളിന്മേൽ ചുമക്കുന്നവൻ. കാക്കുന്നവൻ, ഉരുവാക്കുന്നവൻ, തോളിന്മേൽ ചുമക്കുന്നവൻ. മൂറിയായിൽ അബ്രഹാമിനെ അവൻ കാണാത്തതുപോലെ ഇരുന്നു. മൂറിയായിൽ അബ്രഹാമിനെ അവൻ കാണാത്തതുപോലെ ഇരുന്നു. ഇസ്ഹാക്കിന് പുതുജീവൻ നൽകി അനവധിയായി വർദ്ധിപ്പിച്ചു. ഇസ്ഹാക്കിന് പുതുജീവൻ നൽകി അനവധിയായി വർദ്ധിപ്പിച്ചു. കണ്ടിട്ടും കാണാതെ കടന്നു പോയാലും യേശു, കണ്ടിട്ടും കാണാതെ കടന്നു പോയാലും യേശു നിന്നെ മാത്രം ലക്ഷ്യമാക്കി. നിന്റെ ചിന്തയെല്ലാം അവൻ അറിയും. നിന്നെ മാത്രം ലക്ഷ്യമാക്കി നിന്റെ ചിന്തയെല്ലാം അവൻ അറിയും. കാക്കുന്നവൻ, ഉരുവാക്കുന്നവൻ, തോളിന്മേൽ ചുമക്കുന്നവൻ. കാക്കുന്നവൻ, ഉരുവാക്കുന്നവൻ, തോളിന്മേൽ ചുമക്കുന്നവൻ. കാക്കുന്നവൻ, ഉരുവാക്കുന്നവൻ, തോളിന്മേൽ ചുമക്കുന്നവൻ. കാക്കുന്നവൻ, ഉരുവാക്കുന്നവൻ, തോളിന്മേൽ ചുമക്കുന്നവൻ. ഹല്ലേലൂയ. തോളിന്മേൽ ചുമക്കുന്ന യേശു ഈ 2025 വന്നിട്ടുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 41 അധ്യായം 1 മുതൽ 45 1 മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 45 അധ്യായം അതിൻ്റെ 1 വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ വാക്യം കോരശിന് വേണ്ടി എഴുതിയതാണെങ്കിലും ഇന്ന് സ്വോത്രം ഹല്ലേലൂയ നമ്മളോട് സംസാരിക്കുകയാണ്. വ്യക്തമായി സ്പഷ്ടമായും ഇതിനകത്ത് കടന്നു വന്ന ഓരോ മക്കളോടും എൻ്റെ കർത്താവ് ഇന്ന് പകൽക്കാലം ഇറങ്ങി സംസാരിക്കുകയാണ്. നമ്മുടെ ആലയത്തിനകത്ത് യേശു വന്നിട്ടുണ്ട്. ദൂതന്മാർ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിൻ്റെ നടുവിൽ രാജാതി രാജാവുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്, നമ്മുടെ പുറത്തുണ്ട് യേശു. ഇന്ന് ഇതിനകത്ത് ഓരോ വ്യക്തികളുടെ മേലും അഭിഷേകത്തെ തരുവാൻ, ഹല്ലേലൂയ, ശക്തിയെ തരുവാൻ, ബലം തരുവാൻ, കൃപ തരുവാൻ, ആത്മാവിനെ തരുവാൻ ഈ യേശു വന്നിട്ടുണ്ട്. ഈ യേശു വന്നിട്ടുണ്ട്. ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായ മാറത്ത് പൊൻകച്ച കെട്ടിയ 7 നിലവിളക്കിന്റെ നടുവിൽ നിലയങ്കി ധരിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ്, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു, തത്വത്തിൽ മുദ്രയായവൻ ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ യേശു വിടുവിക്കുവാൻ സഹായിക്കുവാൻ മതിയായവനാണ്. യെശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് വാക്യം എഴുതിയിരിക്കുന്നു. വായിച്ചേ, 45 1 മുതൽ വായിച്ചേ. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. ഞാൻ അവന്റെ
വലം കൈ പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. എന്തിനൊക്കെ വേണ്ടിയാണ് വലം കൈ പിടിച്ചിരിക്കുന്നത്? തൊട്ട് മുമ്പ് ഒന്നുകൂടെ വായിച്ചേ. ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും. രണ്ട് കാര്യം: ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും. അടുത്ത കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും. കണ്ടോ? മൂന്നാമത്തെ കാര്യം, കഥകൾ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും. 4, വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. കീഴടക്കാൻ, അരക്കച്ചകളെ അഴിക്കാൻ, കഥകൾ തുറന്നിരിക്കാൻ, വാതിലുകൾ അടയാതിരിക്കാൻ. ഓ, എൻ്റെ ദൈവം തുറന്നാൽ അടയത്തില്ല, അടയാതിരിക്കാൻ എൻ്റെ ദൈവം പറയുന്നു, ഞാൻ അവൻ്റെ വലം കൈ ഇന്ന് ഇതിനകത്ത് ആ വലങ്കൈ നിനക്കെതിരെ ശത്രു ഒരുക്കിയ സകല പദ്ധതികളെയും പൊളിക്കുന്ന വലങ്കരം. ആ മേൻ ദൈവത്തിന് സ്വത്ര. അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ആ വലങ്കരം ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്നെ ഒതുക്കി കളയുന്നു വാദിക്കുന്ന ചില ശത്രുവിൻ്റെ പദ്ധതികളെ ഉടയ്ക്കുന്ന ആ വലങ്കരം. എത്ര വിശ്വസിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. ആ വലങ്കരം ഇന്ന് ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. വലങ്കരം എന്തിനു വേണ്ടി അറിയാമോ? ആണ്ടിന്റെ ആരംഭം മുതൽ യേശുവിന്റെ വരവ് വരെ പിടിച്ച് നടത്തുവാൻ, ചിലതിനെ അഴിക്കുവാൻ, ചിലതിനെ തുറക്കുവാൻ. എന്തിനാ കരമെന്ന്? ആമേൻ. ചിലതിനെ അഴിക്കുവാൻ, ചിലത് അടയാതിരിക്കാൻ, ചിലതിനെ തുറക്കുവാൻ, ചിലതിനെ അഴിച്ചെടുക്കുവാൻ, ചിലതിനെ അഴിക്കുവാൻ, ചിലത് അടയാതിരിക്കാൻ, ചിലത് തുറക്കാൻ. ആമേൻ. അഴിക്കാൻ, കീഴടക്കാൻ, തുറന്നിരിക്കാൻ, അടയാതിരിക്കാൻ 4 കാര്യത്തിന് യഹോവയുടെ കരം. വിശ്വസിക്കുന്ന പൈതലേ, ഈ പുതുവർഷത്തിന്റെ ആരംഭ ഞായർ സ്വർഗം നിന്റെ കരം പിടിക്കുകയാണ്. മനുഷ്യന്റെ കരം നിന്നെ വിട്ടാലും സാരമില്ല, ദൈവത്തിന്റെ കരം. മനുഷ്യൻ കരം വിട്ടോട്ടെ, സാരമില്ല. ലോകം വിട്ടോട്ടെ, സാരമില്ല. ആരൊക്കെ വിട്ടോട്ടെ, സാരമില്ല. ദൈവം നിന്നെ യേശു നിന്നെ പിടിച്ചിട്ടുണ്ട്. യേശുവിന്റെ കരം നിന്നെ പിടിച്ചിട്ടുണ്ട്. ആണ്ടിന്റെ ആരംഭം മുതൽ യേശുവിന്റെ വരവ് വരെ നിന്റെ കരം ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ആമേൻ. തളരാത്ത കരം പിടിച്ചിട്ടുണ്ട്, ശക്തിയുള്ള കരം പിടിച്ചിട്ടുണ്ട്, ബലമുള്ള കരം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിനക്ക് വരേണ്ട നന്മകളെ ശത്രു അടച്ചു വച്ചു. എന്നാൽ ഈ പുതിയ വർഷം അത് തുറക്കാൻ ദൈവകരം വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറി ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറി ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദത്തത്തിന്റെ സമയമാണ്. ഈ ഞായറാഴ്ച വാഗ്ദത്തത്തിന്റെ സമയമാണ്. അപ്പച്ചൻ കരം പിടിക്കുന്ന സമയമാണ്. കഴിഞ്ഞ നാടുകളിൽ നിനക്ക് ഒതുക്കി അടച്ചു വച്ചിരുന്ന ചിലതിനെ എൻ്റെ അപ്പൻ്റെ കരം നിന്റെ മേൽ ഉണ്ടെങ്കിൽ വെറുതെയല്ല നിന്റെ മേൽ കരം വച്ചിരിക്കുന്നത്. ആമേ. കഴിഞ്ഞ നാടുകളിൽ നീ പല കാര്യങ്ങളും ചെയ്തുല്ലേ, പക്ഷെ എല്ലാം അടഞ്ഞു കിടക്കുന്നുല്ലേ, ഒരു മറുപടിയും കിട്ടിയില്ല. അസ്ഥി താഴ്വര പോലെ അസ്ഥി കൂമ്പാരമായി കിടക്കുന്നുല്ലേ. ആമേൻ. എന്നാൽ ഈ അസ്ഥികൾ ജീവിക്കുമോ? ഓ സ്തോത്രം. ആമേൻ. യെഹെസ്കേലിനോട് ദൈവം ചോദിക്കും, മോനെ ഈ അസ്ഥി ജീവിക്കുമോ? യെഹെസ്കേൽ പറയും, അപ്പാ അങ്ങറിയുന്നു. എൻ്റെ ദൈവം പറയും, ആമേൻ, നീ ഊതുക. ഊതുക. കാറ്റ് വന്നു അടിച്ചു. അവിടെ ഇതാ സ്തോത്രം പ്രവാചകൻ പ്രവചിച്ചു. അസ്ഥിയോട് ചേർന്നു, നാഡികൾ വന്നു, ഞരമ്പുകൾ വന്നു, തീർന്നെന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തു. കാരണം കരം ദൈവത്തിൻ്റെത്, ശബ്ദം ദൈവത്തിൻ്റെത്, ജീവൻ ദൈവം. ആ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം, ആ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തിക്ക് ഈ പുതുവർഷം ആ കരം നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർ ധൈര്യത്തോടെ പറയാം, ആ കരം
എന്നെ പിടിച്ചിട്ടുണ്ട്. ഏത് കരം? ഏത് കരം? അടച്ച വാതിൽ തുറക്കുന്ന കരം, അരക്കച്ചകളെ അഴിക്കുന്ന കരം. ഓഹോ, അതെ 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 അതെ, ആമേൻ, ഹല്ലേലൂയ. അടയാതിരിക്കാൻ തുറക്കുന്ന കരം, ഓ, കീഴടക്കുന്ന കരം. ഭയപ്പെടണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോ. ആമേൻ. എന്തിനു വേണ്ടി നിന്റെ കരം പിടിച്ചിരിക്കുന്നത്? 4 കാര്യം. 1 അഴിക്കാൻ, 2 കീഴടക്കാൻ, 3 തുറക്കാൻ, 4 അടയാതിരിക്കാൻ. ആമേൻ. ചിലർ അരക്കച്ചകളെ അഴിക്കാം, പിന്നെ ചിലതിനെ കീഴടക്കാം. യോശുവ എന്തോന്നാ തൻ്റെ അടുക്കൽ വന്ന മക്കളോട് പറഞ്ഞത്? ന്യൂ ഇയറിന് രാത്രി നമ്മൾ ചിന്തിച്ചു. എന്താ പറഞ്ഞേ? നീ അതിൻ്റെ കാട് വെട്ടി തെളിച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ നീ എടുത്തോളണം, കീഴടക്കിക്കൊള്ളണം. ആമേൻ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് ആദമിനെ ഹൗവയും ദൈവം ആക്കിയിട്ട് സകലത്തെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, നീ ഇതിനെ അടക്കി വാണോളണം. കണ്ടോ? ഹല്ലേലൂയ, ആമേൻ. ഇതാ ഈ കോരസിനോട് പറയുകയാണ്, മക്കളെ, നിന്റെ മേൽ കരം വെച്ചിരിക്കുന്നത് കിടന്ന് ഉറങ്ങാനല്ല, നീ സ്വത്രം നിന്റെ ഇഷ്ടപ്പോൾ നടക്കാനല്ല, പിന്നെയോ ചില അരക്കച്ചകളെ അഴിക്കാനാണ്. ഓഹോ, ചിലതിനെ കീഴടക്കാനാണ്, പിന്നെ ചിലതിനെ തുറക്കാനാണ്. ആമേൻ. ചില തുറക്കാത്ത മണ്ഡലങ്ങളെല്ലാം ഈ പുതുവർഷം നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ തുറക്കാൻ പോകുക സഹോദരങ്ങളെ. ഹല്ലേലൂയ, ആമേൻ. അഹരോനെ നിന്ദിച്ച് മാറ്റി നിർത്തിയില്ലേ? അഹരോൻ്റെ വടി എൻ്റെ ദൈവം പറഞ്ഞു, ഓ സ്വത്രം, ആമേൻ. അഹരോൻ്റെ പേരെഴുതാൻ പറഞ്ഞു. ഒരു വടിയിൽ അഹരോൻ്റെ 12 ഒരുത്തൻ്റെ പേര് എഴുതേണ്ടേ, എന്നാൽ അവിടെ ദൈവം പറഞ്ഞു, മോനെ, നീ അഹരോൻ്റെ പേര് മാത്രം എഴുതടാ. മനുഷ്യൻ മാറ്റുമ്പോൾ ഒറ്റ രാത്രി കൊണ്ട് വർഷം, എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അത് കിളിർക്കേണ്ടത്, പൂക്കേണ്ടത്, കായ്ക്കേണ്ടത്, ഫലം വരേണ്ടത്. എന്നാൽ ഘടികാരത്തെ തിരിച്ചു കറക്കി ഒറ്റ ദിവസം കൊണ്ട് അതേ കർത്താവ് ഇന്ന് നമ്മുടെ ആലയത്തിനകത്ത് വന്നിട്ടുണ്ട്. തകർന്നു, തീർന്നു, ആമേ, നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞെടുത്ത സ്ഥാനത്ത് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി, എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീരേ വഴി, നീരേ സത്യം, നീരേ ജീവൻ, വേറെ ഒരു ദൈവം ഇല്ലേ, നീരേ ദേവൻ. നീരേ വഴി, നീരേ സത്യം, നീരേ ജീവൻ, വേറെ ഒരു ദൈവം ഇല്ലേ, നീരേ ദേവൻ. വിണ്ണിലും മണ്ണിലും നാമം നാമമയ്യ, ഉമക്ക് നീകൾ എന്നും നീർത്താനയ്യ. വിണ്ണിലും മണ്ണിലും നാമമയ്യ, ഉമക്ക് നീകൾ എന്നും നീർത്താനയ്യ. നീരേ വഴി, നീരേ സത്യം, നീരേ ജീവൻ, വേറെ ഒരു ദൈവം ഇല്ലേ, നീരേ ദേവൻ. നീരേ വഴി, നീരേ സത്യം, നീരേ ജീവൻ, വേറെ ഒരു ദൈവം ഇല്ലേ, നീരേ ദേവൻ. വിണ്ണിലും മണ്ണിലും നാമം നാമമയ്യ, ഉമക്ക് നീകൾ എന്നും നീർത്താനയ്യ. വിണ്ണിലും മണ്ണിലും നാമം നാമമയ്യ, ഉമക്ക് നീകൾ എന്നും നീർത്താനയ്യ. നീരേ വഴി, നീരേ സത്യം, നീരേ ജീവൻ, വേറെ ഒരു നാമം ഇല്ലേ, നീരേ ദേവൻ. നീരേ വഴി, നീരേ സത്യം, നീരേ ജീവൻ, വേറെ ഒരു നാമം ഇല്ലേ, നീരേ ദേവൻ. ഹല്ലേലൂയ. ഒറ്റ മാർഗമാകുന്നു യേശു. ഈ പുതുവർഷം നിന്റെ കരം പിടിച്ചിരിക്കുന്നു 4 കാര്യത്തിന്. 1, എന്തിനാ? കീഴടക്കാൻ. 2, അരക്കച്ചകൾ അഴിക്കാൻ. 3, സ്വത്രം തുറക്കാൻ, അടഞ്ഞത് തുറക്കാൻ. 4, തുറന്നത് അടയാതിരിക്കാൻ. നഷ്ടപ്പെട്ട കൃപകൾ, നഷ്ടപ്പെട്ട വരങ്ങൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവം കൃപാവരം തന്നിരുന്നു. അത് എവിടെയൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അത് കീഴടക്കുന്ന പകലാണ്, അത് മടക്കി പ്രാപിക്കുന്ന പകലാണ്, ആ ദൈവശക്തിയാൽ നിറഞ്ഞ് പുറത്തു വരുന്ന പകലാണ്. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. അടുത്ത വാക്യം വേദപുസ്തകം യെശയ്യാവ് 45 അടുത്ത വാക്യം വായിക്കുമ്പോൾ പറയുന്നു, വായിച്ചേ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി. കേട്ടോ, നിനക്ക് മുമ്പായി, ആമേൻ, കരം പിടിച്ചിരിക്കുന്ന ദൈവം പറയുന്നു, മോനെ, മോളെ, നീ വ്യത്യസ്തമായ മേഖലകളിലൂടെ ഈ പുതുവർഷം പോകേണ്ടി വരും. പക്ഷേ നീ പേടിക്കരുത്. ചിലപ്പം കാറ്റ് വരും, ചിലപ്പം തിരമാല വരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ സഹോദരങ്ങളെ, ആമേൻ, പുതിയ നിയമത്തിനകത്ത് ഗദര ദേശത്തേക്ക് യേശു കർത്താവ് ഭയങ്കര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് അക്കരെ ഒരുത്തൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ഓടുകയാണ്. അങ്ങോട്ട് ഓടുകയാണ്, ആത്മഹത്യയ്ക്ക് വേണ്ടി ഓടുകയാണ്. ഓടുമ്പോൾ സ്വർഗത്തിൽ ദൈവം ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ നിന്ന് എൻ്റെ കർത്താവ് കാണുകയാണ്,
മൈലുകൾക്കപ്പുറം ഒരുത്തൻ ആത്മഹത്യയ്ക്ക് വേണ്ടി ഓടുന്നു. യേശു കർത്താവ് ശുശ്രൂഷ നടുവിൽ നിന്ന് ടക്കനെ ഇറങ്ങി പടകിലേക്ക് കയറി, ശിഷ്യന്മാരും കയറി. യേശു പടകിൽ അമരത്ത് തലവെച്ച്, ആ വചനം അങ്ങനെയാണ്, അമരത്ത് തലവെച്ച്. സ്തോത്രം. പ്രതികൂലം പെട്ടെന്ന് പ്രശ്നം വരുന്ന സ്ഥലം എവിടെയാ? അമരം. ആ സ്ഥലത്ത് ആര് തലവെച്ചു? അമരത്ത്. നമ്മുടെ അമരത്ത് ആര് തലവെച്ചിട്ടുണ്ട്? ഓ അമ്മേ അമ്മേ, നമ്മുടെ കുടുംബത്തിൻ്റെ അമരത്ത്, നമ്മുടെ മക്കളുടെ അമരത്ത്, നമ്മുടെ അമരത്ത് ആര് തലവെച്ചിട്ടുണ്ട്? ഓ യേശു, പേടിക്കല്ലേ, യേശു തലവെച്ചിട്ടുണ്ട്. കട്ടത ഭാരമില്ലെന്നല്ല, അത് ഉണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ ഒരുവൻ അമരത്ത് കിടപ്പുണ്ടെന്ന്. ഓ നിങ്ങൾക്ക് വെളിപ്പെട്ടൊന്നും എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. അമരത്ത് തലവെച്ച് ആര് കിടക്കുകയാണ്? യേശുപ്പച്ചൻ കിടക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ പോകുന്ന വഴിക്ക് ദൈവത്തിന് സ്വത്രം എന്ത് സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. ഭയങ്കര പ്രശ്നമുണ്ട്. യേശു കിടന്ന് അമരത്ത് തലവെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഭയങ്കര കാറ്റ്, തിരമാല, ഹല്ലേലൂയ, കൊടുങ്കാറ്റ്, പ്രശ്നം, പ്രതിസന്ധി ആഞ്ഞടിക്കുകയാണ്. വെള്ളം എല്ലാം പടകിനകത്തം കയറി. ഇപ്പം വെള്ളം മുങ്ങി എല്ലാവരും മരിക്കുമെന്നുള്ള ഇതിലായി. ദൈവത്തിന് സ്വത്രം. മരിച്ചു പോകുമെന്നുള്ളതിലായി. യേശു ഉറങ്ങുകയാണ്. യേശു ഇവിടെ ഉണ്ട്, ഇവരെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇവരുടെ കൂടെ യേശു ഉണ്ട്. പക്ഷേ ഇവരുടെ അലറി വിളിക്കുന്നുണ്ട്. ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം അവർ ചെയ്തു, പക്ഷേ ഒരു രക്ഷയുമില്ല. പക്ഷേ ഇത് ഇളകി മറിയുമ്പോൾ ഇവരലറി വിളിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഇളക്കം? അപ്പുറത്തൊരു വലിയൊരു വിടുതൽ, 6000 ഭൂതത്തെ തകർക്കാൻ ദൈവം കണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തൊരു കലക്കം, ഇപ്പുറത്തൊരു ഇളക്കം, ഇപ്പുറത്തൊരു പ്രശ്നം വന്നാൽ പേടിക്കരുത്. അപ്പുറത്ത് 6000-നെ തകർക്കുന്ന ഒരു വിടുതലിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് ഒരു ചെറിയ കലക്കമുണ്ടല്ലേ, ചെറിയൊരാട്ടം. എന്തിനാണെന്നറിയാമോ? അപ്പോഴാടുമ്പോഴും ആരതിനകത്തുണ്ട്? കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, കൊടുങ്കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോൾ, ക്രൂശെ നോക്കി യാത്ര ചെയ്യും ശാശ്വതത്തിലേക്കോളം. ക്രൂശെ നോക്കി യാത്ര ചെയ്യും ശാശ്വതത്തിലേക്കോളം. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തലോടേറ്റം അടുത്തു. ശാന്ത തുറമുഖമടുത്തു എൻ്റെ കാന്തലോടേറ്റം അടുത്തു. അധികമില്ല യാത്ര, അധികമില്ല യാത്ര, അധികമില്ല. ശാന്ത തുറമുഖമടുത്തു കാന്തലോടേറ്റം അടുത്തു. ശാന്ത തുറമുഖമടുത്തു കാന്തലോടേറ്റം അടുത്തു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റ് വന്നുല്ലേ, തിരമാല വന്നുല്ലേ, പ്രശ്നം വന്നുല്ലേ. ആ കൊടുങ്കാറ്റിനകത്ത്, ആ പ്രശ്നത്തിനകത്ത്, ശിഷ്യന്മാരുടെ തൊട്ടടുത്ത്, ആ പ്രശ്നം ഏറ്റവും ബാധിക്കുന്ന സ്ഥലത്ത് ഒരുവൻ കിടന്നുറങ്ങുകയാ. ആരാ ഉറങ്ങുന്നേ? ആരാ കിടന്നുറങ്ങുന്നേ? യേശു. അമ്മേ, ഇതുപോലെയാണ് നമ്മളെ കൂടി. എപ്പോഴും ആരുണ്ട്? യേശു ഉണ്ട്. എവിടെയാ കിടക്കുന്നേ? അമരത്ത്. എന്താ അമരം? പെട്ടെന്ന് തകരുന്ന ഇടമാണ് അമരം. പ്രശ്നം വന്നാൽ ആഞ്ഞടിക്കുന്ന ഇടമാണ് അമരം. പ്രശ്നം വന്നാൽ ആദ്യം ബാധിക്കുന്ന ഇടമാണ് അമരം. ഈ അമരത്താണ് ആര് കിടന്നത്? യേശു കിടന്നത്. നമുക്ക് ബാധിക്കും മുമ്പേ എൻ്റെ അപ്പനെ ബാധിച്ച അപ്പൻ ചെയ്യാൻ വേണ്ടി അപ്പനെ കിടക്കുന്നേ. കാറ്റ് കണ്ട് പേടിക്കല്ലേ, തിരമാല കണ്ട് പേടിക്കല്ലേ, പ്രശ്നം കണ്ട് പേടിക്കല്ലേ. ഇത് ആടി ഉലഞ്ഞു, വെള്ളം അകത്ത് നിറഞ്ഞു, മുങ്ങിപ്പോകും എന്ന് അവർ കരുതി അവരലറിക്കരഞ്ഞു. എന്നാൽ കാറ്റിനെ ശാന്തമാക്കുന്ന, തിരമാലയെ ശാന്തമാക്കുന്ന, പ്രശ്നങ്ങളെ ഉടച്ചു കളയാൻ അധികാരമുള്ള, പ്രതിസന്ധികളെ ഉടച്ചു കളയാൻ അധികാരമുള്ള, പ്രശ്നത്തെയും പ്രതിസന്ധിയെ ഉടച്ചു കളയുവാൻ അധികാരമുള്ള ഒരുവൻ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് കാറ്റേ അടങ്ങ്, ആമേൻ, കടലേ ശാന്തമാകാ. സംഭവിച്ചു. സ്പോട്ട് ടൈമിൽ കണ്ടോ?
അധികാരമുള്ളവന്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായോ? കാറ്റിനെ അടക്കാൻ സമയമുണ്ട്, കടലിനെ അടക്കാനും. ഇവർ കുറച്ചു നേരം വിളിച്ചില്ലേ? കുറച്ചു നേരം നമുക്കുണ്ട്. അവിടെ ചിലപ്പോൾ പിടക്കേണ്ടി വരും, പേടിക്കല്ലേ. പക്ഷെ ഏറ്റവും പ്രശ്നം നിറഞ്ഞ ആ ഭാഗത്ത് ഒരുവനുണ്ട്. ആര്? കർത്താവായ യേശു ക്രിസ്തു. നമ്മളെ തകരാൻ വിടത്തില്ല, ഉടയാൻ വിടത്തില്ല. അഥവാ തീക്കകത്ത് വീഴേണ്ടി വന്നാലും അവിടെയും ആരുടെ? യേശു ഉണ്ട്. പതറല്ലേ. തൊട്ടപ്പുറത്തിന്റെ അപ്പുറത്ത് ഒരുത്തനെ അപ്പന്റെ വേലക്കാക്കി ആക്കാൻ നിന്റെ യേശു ആരാ? ഹല്ലേലൂയ. ആരും അതുവരെ ജനിക്കാത്ത ഉദരത്തിൽ യേശു ആദ്യം മറിയയുടെ ഉദരത്തിൽ ജനിച്ചു. ആരും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്ത്, ആരെയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ, ആരും ഉയർക്കത്തില്ല എന്നാൽ യേശു, ആരും വരാന്ന് പറഞ്ഞു പോയിട്ടില്ല യേശു. ഹല്ലേലൂയ. ആ യേശു കർത്താവ്, എല്ലാ നാമത്തിനും മേലായ നാമമുള്ള കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ആ യേശു കർത്താവ് അവിടെ ചെല്ലും മുമ്പേ ഇവിടെ ഒരു ഇളക്കവും കലിതുള്ളലൊക്കെ ഉണ്ടായി. എന്നാൽ ശത്രു വിചാരിച്ച് തകർക്കാമെന്ന്. എന്നാൽ അധികാരമുള്ളവൻ എഴുന്നേറ്റപ്പോൾ അധികാരത്തിൻ്റെ മുൻപിൽ സകലതും കീഴടങ്ങി അക്കരെ ചെന്നു. ദൈവത്തിന് സ്തോത്രം. ആ 6000 ഭൂതമുള്ളവൻ ആത്മഹത്യക്ക് വേണ്ടി പോകുമ്പോൾ അവൻ്റെ 6000 ഭൂതത്തെ അഴിച്ചിട്ട് 6000 ഭൂതം ഇരുന്നെടുത്ത് യേശു അങ്ങ് ഇറങ്ങി നിറഞ്ഞു. ഓ ഹല്ലേലൂയ. ആ മനുഷ്യൻ ദെക്കപ്പൊലി നാടിൽ മുഴുവൻ എത്രയോ പട്ടണങ്ങളിൽ പോയി അയാൾ പറഞ്ഞു യേശു മാത്രം കർത്താവ്. അയാൾ പറഞ്ഞു എനിക്ക് സുബോധമില്ലായിരുന്നു, ഞാൻ വസ്ത്രം ധരിക്കത്തില്ലായിരുന്നു, ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഓടിയതാണ്, ഞാൻ ഭൂതം പിടിപെട്ടവനായിരുന്നു, എൻ്റെ അപ്പനെ അമ്മയെ കരയിപ്പിച്ച ആളായിരുന്നു, എൻ്റെ ദേശത്തിന് ഞാനൊരു സ്വത്രം ഉപദ്രവകാരിയായിരുന്നു, ആരെയും ഞാൻ വിടത്തില്ലായിരുന്നു, എൻ്റെ പാർപ്പിന്ന സ്ഥലത്തായിരുന്നു. ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ഓടുമ്പോൾ മരുന്നിന് രക്ഷിക്കാൻ പറ്റാത്ത എന്നെ, ലോകത്തിന് രക്ഷിക്കാൻ പറ്റാത്ത എന്നെ, ശാസ്ത്രത്തിന് രക്ഷിക്കാൻ പറ്റാത്ത എന്നെ, എൻ്റെ വീട്ടുകാർക്ക് രക്ഷിക്കാൻ പറ്റാത്ത എന്നെ നസ്രയനാകുന്ന യേശു ക്രിസ്തു രക്ഷിച്ചു. ഹല്ലേലൂയ. അവൻ ദെക്കപ്പൊലി നാട് മുഴുവൻ വിളിച്ചു പറഞ്ഞു. ഒരു കാറ്റ് വന്നൂലേ, ഒരു തിരമാല വന്നൂലേ, അപ്പുറത്ത് ഒരു വിടുതലനെ. ഇന്നത്തെ ഈ കാറ്റ് നീ പേടിക്കണ്ട, കണ്ടു പേടിക്കണ്ട. ആ മരത്ത് യേശു ക്രിസ്തു ഉണ്ട്. തൊട്ടക്കരെ അത് എത്താറായി വൈതലേ, അക്കരെ എത്താറായി. അർത്ഥം വിടുതൽ നടക്കാൻ സമയമാണ്. ഹല്ലേലൂയ. അക്കരെ എത്താറായി, വിടുതൽ നടക്കാനും സമയമായി. ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. ഹല്ലേലൂയ. കരങ്ങൾ എഴുതി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ എൻ്റെ കർത്താവ് പറഞ്ഞു, മോനെ നിനക്ക് മുമ്പേ ഞാൻ പോയി ദുർഘടങ്ങളെ നിരപ്പാക്കും. ചിലപ്പോൾ ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു, പക്ഷെ ചില സമയത്ത് യെശയ്യാവ് 45 ഞാൻ പറയുന്നത്, ചില സമയത്ത് കാറ്റും തിരമാലയൊക്കെ വന്ന് നിന്നെ മുക്കിക്കളയൊന്ന് കരുതും, പക്ഷെ നടക്കത്തില്ല. എന്താ നടക്കാത്തെ? ആ മരത്ത് ഞാനുണ്ട്. എന്തുകൊണ്ടാ കാറ്റ് വന്നത്? ഞാനില്ലാത്തോണ്ടല്ല, പിന്നെ ഞാനുണ്ട്. അപ്പുറത്തൊരു വിടുതൽ നടക്കാനുണ്ട്. നടന്നാലും നടന്നില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉള്ളതിൽ പരം ബാക്കി എന്താണുള്ളേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? യേശു ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണം? ആമേൻ. എല്ലാം കർത്താവല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കോറിസിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് മുൻപേ 2025 നമുക്ക് മുൻപേ ഒരുവൻ പോകും. നമുക്കറിയത്തില്ല എന്തൊക്കെ പ്രശ്നം മുൻപിലുണ്ടെന്നറിയാമോ? പക്ഷെ കാണുന്ന കണ്ണുണ്ട്. എൻ ബലമാണവൻ, എൻ സ്നേഹമാണവൻ, എൻ ജീവനാണവൻ, എൻ നാഥനാണവൻ. വൻകിരിയിൽ എന്നെ നിർത്തിയിടുന്നു, ഇരുളിൽ വെളിച്ചം നൽകിയിടുന്നു. വൻകിരിയിൽ എന്നെ നിർത്തിയിടുന്നു, ഇരുളിൽ വെളിച്ചം നൽകിയിടുന്നു. അക്കാലത്ത് മക്കളെ, നിനക്ക് കാണാനുള്ള ശേഷിയില്ല, പക്ഷെ എനിക്കെല്ലാം കാണാനുള്ള ശേഷി ഉണ്ട്. അതുകൊണ്ട്
നിനക്ക് നിന്റെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ട്, പക്ഷെ നിനക്ക് മുൻപേ ആര് പോകും? എല്ലാം കാണാൻ കഴിവുള്ള ദൈവം പോകാൻ പോകുക. ഈ നാളുകളിൽ നമുക്ക് മുൻപേ ഒരുവൻ നടക്കുന്നുണ്ട്. അതാരാ? എല്ലാത്തെയും കീഴടക്കാൻ അധികാരമുള്ള യേശു. ആരൊക്കെ പറയും എല്ലാത്തെയും കീഴടക്കുവാൻ അധികാരമുള്ളൊരു യേശു എനിക്ക് മുമ്പേ പോയിട്ടുണ്ട്. എന്തിനു വേണ്ടി പോയി? ദുർഘടങ്ങളെ നിരപ്പാക്കാൻ. എന്തിനാ പോയേ? എനിക്ക് മുമ്പേ ഉള്ള ദുർഘടം എനിക്ക് കാണാനുള്ള കഴിവ് ഇല്ല. അഥവാ കണ്ടാലും ചെറുതായിട്ടൊക്കെ, അല്ലെങ്കിൽ മാറിയായിരിക്കും ചിലപ്പം കാണും. പക്ഷെ ഇപ്പം ലൈവായി കണ്ടിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? എൻ്റെ അപ്പം പറയും, മക്കൾ നീ പോയാലൊന്നും നടക്കാൻ, നീ പോയാലൊന്നും, അതുകൊണ്ട് ഞാൻ പോയി എന്ത് ചെയ്യും? അതിനെ തകർക്കും. നീ എൻ്റെ പിന്നാലെ വരും. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, എന്തുണ്ടെങ്കിലും, എത്ര വലുതായിരുന്നാലും, എത്ര ചെറുതായിരുന്നാലും, എത്ര കാലപ്പഴക്കം ചെന്നതായിരുന്നാലും, ഈ ലോകത്തിൽ മനുഷ്യൻ എത്ര ബലമുള്ളതെന്ന് പറഞ്ഞാലും, അതെല്ലാം എൻ്റെ നാഥൻ നടക്കുമ്പോൾ 4 കാര്യത്തിന് കരം പിടിച്ചിരിക്കുന്നെങ്കിൽ 3 കാര്യത്തിന് നിന്റെ മുൻപേ ദൈവം നടക്കും. മുൻപിൽ ദൈവം നടക്കുന്ന എന്തിനാണ്? ദുർഘടങ്ങളെ നിരപ്പാക്കാൻ. 2, താമ്രവാതിലുകളെ സ്തോത്രം തകർക്കാൻ. 3, ഇരുമ്പോടാമ്പലുകളെ തകർക്കും, ഖണ്ഡിക്കേണ്ടതിനെ ഖണ്ഡിക്കും, പിന്നെ ഉടക്കേണ്ടതിനെ നിരപ്പാക്കും. ഹല്ലേലൂയ. നിരപ്പാക്കും, ഉടക്കേണ്ടതിന് ഉടക്കും, ഖണ്ഡിക്കേണ്ടതിനെ ഖണ്ഡിക്കും, തകർക്കേണ്ടതിന് എന്ത് ചെയ്യും? തകർക്കും. ഈ പുതുവർഷത്തിലൊക്കെ ആഗ്രഹമുണ്ട്. എത്ര വിശ്വസിക്കും വചനത്തിൽ? എൻ്റെ മേലൊരു കരമുണ്ട്, യേശുവിൻ്റെതാണ്. എൻ്റെ ഹൃദയത്തിനകത്ത് യേശുണ്ട്. തീർന്നില്ല, അകത്തെപ്പോഴും ഉണ്ട്. മാത്രമല്ല, എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. അനുവദിക്കുകയില്ല. കാരണം കർത്താവ് നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്. 2, കർത്താവ് നമ്മുടെ കൈ പിടിച്ചിട്ടുണ്ട്. 2, കർത്താവ് നമ്മുടെ മുൻപിൽ നടക്കുന്നു. മുൻപിൽ നടക്കുന്നു. പറഞ്ഞേ, എൻ്റെ മുൻപിൽ യേശു നടക്കുന്നു. എൻ്റെ അകത്ത് യേശുണ്ട്. 2, എൻ്റെ കൈക്ക് യേശു പിടിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 4 കാര്യത്തിന് പിടിച്ചിരിക്കുന്നു. എന്തിനാണ് കൈക്ക് പിടിച്ചിരിക്കുന്നത്? എൻ്റെ അപ്പൻ്റെ കൈ കാണുമ്പോൾ തുറന്നത് പിന്നെ ഇറങ്ങിപ്പോയ പിശാച് പിന്നെ കടക്കയില്ല. കഴിഞ്ഞ നാളിൽ ഇറങ്ങിപ്പോയില്ലേ? അതൊന്നും ഇനി എന്ത് ചെയ്യത്തില്ല, കാമ്പോട്ടിൽ അടുക്കത്തില്ല. ഉണ്ടോ? ഹല്ലേലൂയ. 2, കർത്താവ് മുമ്പേ നടക്കുന്നത് കൊണ്ട് മുൻപിൽ ഒരുക്കിയുള്ളതെല്ലാം കർത്താവ് എന്ത് ചെയ്യും? തകർക്കും. വർഷകാലമായത് എന്ത് ചെയ്യും? തകർക്കും. നമ്മുടെ കൈക്ക് ഒരുവൻ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ അകത്തെ യേശുപ്പച്ചനുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇപ്പം പുറത്തല്ല, നമ്മുടെ അകത്ത് വസിക്കുന്നു, താമസിക്കുന്നു, ജീവിക്കുന്നു. അതെൻ്റെ അകത്ത് എല്ലായിടത്തും ഉണ്ട്. തീർന്നില്ല, എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്നു. ഒരു മനുഷ്യൻ പിടിച്ചിരിക്കുന്നത് പോലെ എൻ്റെ കൈക്ക് എൻ്റെ യേശു പിടിച്ചിരിക്കുന്നു. പിടിക്കുന്നത് 4 കാര്യത്തിനാണ് പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു മുൻപിൽ നടക്കുന്നു. പിടിക്കുക മാത്രമല്ല, എല്ലായ്പ്പോഴും ചെയ്യാൻ. അപ്പം നിങ്ങൾ ചോദിക്കും, സിസ്റ്ററിൻ്റെ കയ്യിൽ യേശു പിടിച്ചിരിക്കുന്നു, നിങ്ങൾ പറഞ്ഞു അകത്തിരിക്കുന്നു. ഓക്കെ, സമ്മതിച്ചു. പിടിച്ചിരിക്കുന്നു. ഓക്കെ, പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ മുന്നേ നടക്കുമ്പോൾ നിങ്ങളെ കൈ വിട്ടിട്ടാണോ നടക്കുന്നതെന്ന് ചോദിക്കും. എൻ്റെ പൊന്നെ അല്ല, കൈ ഇവിടെ ഉണ്ട്. അപ്പൻ എന്ത് ചെയ്യും? അകത്തിരിക്കുന്ന യേശുവിനെ എൻ്റെ കരം പിടിക്കാൻ പറ്റും. എൻ്റെ കരം പിടിച്ച് എൻ്റെ അകത്തിരിക്കുന്ന യേശുവിനെ എൻ്റെ മുൻപിൽ നടക്കാൻ ഒരേ സമയം. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരേ സമയം എല്ലാം ചെയ്യാൻ പറ്റുന്ന ആരാണ്? ദൈവം. അതിനെയാണ് ദൈവം എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ ഒരേ സമയം എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതേസമയം എനിക്ക് വേണ്ടുന്ന അപ്പവും ആര് തരും? ഹല്ലേലൂയ. അതേസമയം നമ്മളൊരു വിഷയത്തിന് വേണ്ടി ഹൃദയത്തിനകത്ത് ഉള്ള ചിന്ത വന്നാൽ മതി ഇല്ലേ? കർത്താവിനെ അറിയാം ഈ ദൈവം ആരെന്ന്. ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഇമരു യാത്രയതിൽ. ഈ ദൈവം മതിയേ, ഈ ദൈവം മതിയേ ഇമരു യാത്രയതിൽ. ഈ ദൈവം മതി എനിക്ക്, ഈ ദൈവം മതി എനിക്ക്.
പുറകിലുണ്ട് പിടിച്ചിട്ടുണ്ട്, നമ്മുടെ അകത്തുണ്ട്, പിന്നെ നമ്മുടെ മുമ്പിലുണ്ട്. കണ്ടോ? മുമ്പിൽ ഉണ്ട്, അകത്ത്, കയ്യിൽ. അപ്പോൾ നമുക്കൊരാവശ്യം വേണം. അവിടെയും ആര് കണ്ടിട്ടുണ്ട്? അവിടെ ആര് കണ്ടിട്ടുണ്ട്? നിങ്ങൾക്ക് മനസ്സിലായി? എല്ലാം ചെയ്യാൻ പറ്റുന്ന ആളാണ് ആര്? നമ്മൾ ആരാധിക്കുന്ന യേശു. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ, ടക്കനെ വായിച്ചേ. അടുത്ത ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് പോകണം, വായിച്ചേ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ. മക്കളെ, സാധാരണ ആളല്ലടാ നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്നേ. സാധാരണ ആളല്ലടാ നിന്റെ മുമ്പേ നടക്കുന്നേ. സാധാരണ ആളല്ലടാ. ഇതെല്ലാം നിന്നെ പേര് ചൊല്ലി വിളിച്ചിറക്കിയത് സാധാരണ ആളല്ലടാ. യഹോവയാകുന്ന ആരാ വിളിച്ചിറക്കിയ? യഹോവയാകുന്ന ദൈവം വിളിച്ചിറക്കിയ. ദൈവം വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ചെയ്യുന്നത് ആരാ? നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ വല്ലതും ചെയ്താൽ ദൈവത്തിന് തൃപ്തി വരുമോ? ഇല്ല. പിന്നെ ആര് ചെയ്യണം? ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ, ഞാനാ നിന്നെ വിളിച്ചിരിക്കുന്നത്. കഴുതെ അഴിക്കാൻ പറഞ്ഞില്ലേ യേശു ക്രിസ്തു? അപ്പോൾ കർത്താവ് പറഞ്ഞു വിട്ട്, നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ ഇതിനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, അപ്പോൾ വിടുവെന്ന്. കഴുതെ കാട്ടിൽ കെട്ടിയിരിക്കുക കണ്ടോ? പക്ഷെ ഇതിൻ്റെ ഉടമസ്ഥനാ പറഞ്ഞു വിട്ടത്. ഉടമസ്ഥൻ പറഞ്ഞാൽ അഴിഞ്ഞേ തീരൂ. യഹോവ പറയുന്നു, മക്കളെ, ഞാനാ നിന്നെ വിളിച്ച്. അടുത്ത വരി വായിച്ചേ. ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെ. നിനക്കറിയത്തില്ല, ഇപ്പോഴും പറയുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വരി ആഴമായിട്ട് മനസ്സിലാവണം. ദൂത് മാത്രമല്ല, ഈ കോരശിനോട് പറയണം, മോനെ, നിന്റെ കൈ ഞാൻ പിടിച്ചിട്ടുണ്ടടാ. നിന്റെ കൈ പിടിച്ചിട്ട് 4 കാര്യം ചെയ്യുന്നുണ്ട്. 3 കാര്യത്തിൽ ഞാൻ മുമ്പ് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിളിച്ചത് യഹോവയാണ്. നിന്നെ പേര് ചൊല്ലി വിളിച്ചിറക്കി. പക്ഷേ നിനക്കിതുവരെ വെളിപ്പെടേണ്ട വേണം, ഞാൻ വെളിപ്പെട്ടിട്ടില്ല. നിനക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഇത് ഇരുട്ടത്ത് കിടക്കുന്ന നിക്ഷേപത്തെ ഞാൻ വെളിപ്പെടുത്താൻ പോകാൻ. ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടത്. കണ്ടോ? നിന്നെ പിടിച്ചിരിക്കുന്ന ആരെന്ന് ഇതുവരെ നിനക്ക് വെളിപ്പെട്ട്? നിന്റെ മുമ്പിൽ നടക്കുന്ന ആരെന്ന് നിനക്ക് ഇതുവരെ? എന്ത് നീ പലപ്പോഴും തകരത്തില്ലായിരുന്നു? കണ്ടോ? നിരാശപ്പെടത്തില്ലായിരുന്നു, പിറുപിറുക്കത്തില്ലായിരുന്നു. നമുക്ക് മനസ്സിലായോ? എന്താ പിറുപിറുത്തെ? എന്താ നിരാശപ്പെട്ടെ? ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. മുമ്പിൽ നടക്കുന്ന ദൈവത്തെയും കർത്താവ് ചിലത് കാണണം. ആരാണ് പിടിച്ചിരിക്കുന്നതെന്നും ആരാണ് നിന്റെ മുമ്പിൽ? അത് കാണുന്നവന് പേടി വരുമോ? പറ. അത് കാണുന്നവൻ വേറെ ആരെങ്കിലും എതിർത്ത് പറഞ്ഞ നെഗറ്റീവ് വാക്ക് പറഞ്ഞാൽ നീ വീഴുവോ? ഇല്ല. എന്തുകൊണ്ട് വീഴില്ല? മുൻപിൽ നടക്കുന്നു. കോരശിനോട് പറയണേ, കോരശേ, നിന്റെ കയ്യിൽ പിടിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നിന്റെ മുമ്പിൽ നിന്നെ കയ്യിൽ പിടിക്കുമ്പോൾ 4 കാര്യം നടക്കുമെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ മുമ്പിൽ നടക്കുമ്പോൾ 3 കാര്യം നടക്കുമെന്നൊക്കെ പറഞ്ഞു. നീ എല്ലാം കേട്ടു, ദൂതെല്ലാം കേട്ടു. പക്ഷെ ദൂത് പറഞ്ഞവനെ നിനക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. കണ്ടോ? നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ആ ദൂത് പറഞ്ഞവൻ്റെ വലിപ്പം നീ കണ്ടിട്ടില്ല, ശക്തി നീ അറിഞ്ഞിട്ടില്ല. ചിലത് അറിയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇരുട്ടത്തിരിക്കുന്ന നിക്ഷേപം. അമ്മേ, വായിച്ച ആ വരി ഒന്ന് വായിച്ചേ. ഇസ്രായേൽ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന്. കേട്ടോ? തൊട്ട് മുമ്പൊന്നൂടെ, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ. ഞാനാ നിന്നെ പേർ ചൊല്ലി വിളിച്ചത്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചത് യഹോവ. അടുത്ത, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന്. നിനക്ക് വിളിച്ചതാരെന്ന് നിനക്ക് ചിലപ്പം അറിഞ്ഞൂടാ, കൈക്ക് പിടിച്ചതും അറിഞ്ഞൂടാ. നീ കാണുക മാത്രമല്ല, യഹോവ ആരെന്ന് വായിച്ചെടുത്ത വരി. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്ത നിധികളെയും തരും. എന്റെ ദാസനായ യാക്കോബ് നിമിത്തവും എന്റെ വൃതനായ ഇസ്രായേൽ നിമിത്തവും ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എന്നെ അറിയാതിരിക്കെ. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് ആരറിഞ്ഞൂടാ? പക്ഷെ നിനക്ക് ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്ന ചിലതെല്ലാം ഞാൻ വെളിപ്പെടുത്താൻ പോകയാ. ആമേൻ. നീ പറയുന്നില്ലേ, കർത്താവ് എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന എൻ്റെ ദൈവത്തെ നീ കാണാൻ പറ്റുന്നില്ല, എനിക്ക് കാണണം. ആമേൻ. ക്രിസ്തുവിലുള്ളത്, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ ശക്തി, ആ അളവറ്റ കൃപ, ആ അളവറ്റ വലിപ്പം എന്തെന്നത് അനുഭവിച്ചറിയണം. എനിക്കങ്ങനെ കാണണം. എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് എനിക്ക് തിരിച്ചറിയണം. ഈ 2025 എൻ്റെ ദൈവം നമ്മളെക്കുറിച്ച് അത് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ്. ആരെല്ലാം വീട്
നടക്കുമോ, ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുമോ, അവരുടെ മേലെല്ലാം ശക്തിയെ പകരാൻ ഹല്ലേലൂയ ഈ കർത്താവ് വന്നിട്ടുണ്ട്. ന്യായാധിപന്റെ പുസ്തകം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്വത്രം ശിംശോനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ആരും ഇതിനകത്ത് ഇരിപ്പില്ല. ഹല്ലേലൂയ ശിംശോന്റെ ജീവിതത്തിനകത്ത് ആത്മാവിന്റെ ശക്തിയുണ്ട്. ഒരുത്തൻ്റെ മേൽ ശക്തി വന്നാൽ ഹല്ലേലൂയ എത്ര ഏത് ബന്ധനം ബന്ധിച്ചാലും ആത്മാവിന്റെ ശക്തി അതിനെ പൊളിക്കും. എത്ര ബന്ധനം ഇട്ടാലും, എത്ര കയറ് കൊണ്ട് കെട്ടിയാലും, എത്ര ചങ്ങല കൊണ്ട് കെട്ടിയാലും, ദൈവത്തിന് സ്വത്രം, ദൈവത്തിന് സ്വത്രം. ശിംശോനെ പലതവണ കെട്ടി, പലതവണ കെട്ടി, ഒരുപാട് തവണ കെട്ടി. പക്ഷെ ശിംശോൻ എഴുന്നേറ്റ് ഒന്ന് കുടയുമ്പോൾ കെട്ട്. കാരണം എന്താ? യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ ഇറങ്ങിയപ്പോൾ കെട്ടുകൾ ചണ നൂല് പോലെ കരിഞ്ഞു, ഭസ്മം ആയി. ഹല്ലേലൂയ. അങ്ങനെ പോകുമ്പോൾ സ്തോത്രം, തൻ്റെ ജീവിതത്തിനകത്ത് എന്ത് വന്നു? ഒരു പാപം വന്നു. നമ്മുടെ മേൽ കൃപയുണ്ടെങ്കിൽ ഇതിനെ തകർക്കാൻ ആര് കാണും? പെൺവേഷത്തിലും ആൺവേഷത്തിലും പ്രേമത്തിൻ്റെ വേഷത്തിലും അല്ലാതെയും പല രീതിയിലും നിൻ്റെ മേലൊരു വിളി ഉണ്ടെങ്കിൽ നിന്നെ വിളിയില്ലെങ്കിൽ നിന്നെ ആക്കും വേണ്ട. സ്വതന്ത്രം നമുക്ക് മനസ്സിലായി. വിളിയില്ലെങ്കിൽ ആർക്കും വേണ്ട. അപ്പോൾ ഉണ്ട് ഒരു പെണ്ണ് മയക്കി. അവളെ മയക്കത്തിൽ ദൈവത്തെക്കാളും വലുതായിട്ട് ആ പെണ്ണിന് എന്ത് ചെയ്തവൻ? നമുക്ക് ഏറ്റവും വലുതായ ശുശ്രൂഷയേക്കാൾ, പള്ളിയേക്കാൾ, കൃപാവരത്തെക്കാൾ, നമ്മേക്കാൾ, നമുക്കുള്ളതിനേക്കാൾ സ്വതന്ത്രം. ഹല്ലേലൂയ. ഒരു വിളി ഉണ്ടെങ്കിൽ അവൻ്റെ പിന്നിൽ പല പരിപാടി, ഒരു രീതിയിലല്ല പല രീതിയിലും. ഹല്ലേലൂയ. ദൈവത്തിന് സ്വതന്ത്രം. വിളി ഉണ്ടെങ്കിൽ പല രീതിയിലുള്ള പരിപാടി അഞ്ഞളിക്കുകയില്ല. സ്വതന്ത്രം. നമുക്കൊരു കൃപാവരം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിനാണ്. ആ ദൈവത്തിൻ്റെ കരത്തിൽ കാറ്റുപോലെ ഇരുന്ന് കൊടുക്കുമ്പോൾ ദൈവം നിന്നെ തൊടും, ദൈവം നിന്നെ ഉപയോഗിക്കും, ദൈവം നിന്നെ നിർത്തേണ്ടത് നിർത്തും. നീ അങ്ങനെ കാറ്റിലാണ് പോകുന്നതെങ്കിൽ വീണുപോയി. ആരുടെ മടിയിൽ വീണു? ദൈവഹിതപ്രകാരമുള്ള ഒരു പെൺകുട്ടി അയാൾക്ക് കിട്ടി. പക്ഷേ അവിടെ ചില തടസ്സങ്ങൾ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ചെന്നപ്പോൾ ഭാഷയ്ക്ക് ചിലതൊക്കെ ചെയ്തു. അതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയുന്നില്ല. രണ്ടാമത് ദലീലയിലെ മടി ചെന്ന് കിടക്കും. അവൾക്ക് അറിയണ്ട, വേറെ ഒന്നും അറിയണ്ട. ഇവിടെ നിനക്ക് എത്ര ഏക്കറുണ്ട് അതറിയണ്ട, നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അതൊന്നും അവൾക്കറിയണ്ട. അവൾക്കറിയണം നിന്റെ ശക്തി ഏതെന്നറിയണം. ഏതറിയണം? അപ്പൊ ഇവള് മോഹിച്ചതിൻ്റെയും പ്രേമിച്ചതിൻ്റെയും കാര്യം എന്തിനാ? അവൻ്റെ ശക്തിനെ പിഴിഞ്ഞെടുത്തിട്ട് അവനെ ഒന്നുമില്ലാതെ വലിച്ചറിയാം. പിശാചിൻ്റെ പരിപാടി എന്താ? എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് പിശാചിൻ്റെ പദ്ധതി എന്താ? ഒന്നുമില്ലാതാക്കണം. നീ പറയണം, ഇല്ലടാ, എൻ്റെ കൈക്ക് ഒരുവൻ പിടിച്ചിട്ടുള്ളത് കൊണ്ടും, ഒരുവൻ എൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ടും, ഒരുവൻ മുൻപേ നടക്കുന്നത് കൊണ്ടും നടക്കാൻ പോണില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത്രയും വലിയ ദൈവകത്തിരുന്നിട്ട്, ദൈവത്തിൻ്റെ ശക്തി ഇരുന്നിട്ട് അതിനെ വലുതായി കാണാതെ സ്തോത്രം ഈ സ്ത്രീയെ വലുതായിട്ട് കണ്ടോ? ഇതാരാ അപ്പോൾ കാണാൻ തോന്നിച്ചേ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ സർവശക്തനെ കാണാൻ പറ്റിയില്ല, വീണുപോയി. അവസാനം ഇവള് പറഞ്ഞ് ഇവൻ ആദ്യം കള്ളത്തനമൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനതൊന്നും വിശദീകരിക്കുന്നു. കള്ളത്തനം മുഴുവൻ പറഞ്ഞു. ഇങ്ങനെയാണ്, അതിലാണ്, ഇതിലാണ്, അപ്പടിയാണ് ശക്തി, ഇപ്പടിയാണ് ശക്തി, എല്ലാ ശക്തിയും പറഞ്ഞു. അവളെല്ലാം പരീക്ഷിച്ചു, ഒന്നിലും ഇവനെ തോപ്പിക്കാൻ. അവസാനം അവള് സങ്കടപ്പെട്ടു, കരഞ്ഞു. ഇത് പിശാചിൻ്റെ പരിപാടി. സ്വത്രം വേണമെങ്കിൽ അവസാനം ചത്ത് കളയുന്നു കൂടെ. എങ്ങനെയെങ്കിലും എന്ത് പോകണം? ശക്തി പോകണം. എങ്ങനെയെങ്കിലും എന്ത് പോകണം? കൃപ പോകണം. എങ്ങനെയെങ്കിലും എന്ത് പോകണം? അഭിഷേകം പോകണം. എങ്ങനെയെങ്കിലും നിന്റെ തല കഴിഞ്ഞില്ല. അവസാനം ഇവള്
പൊടിയൊക്കെ ഇട്ട് പറഞ്ഞ് ചേട്ടാ പറ 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 ചേട്ടാ പറ എങ്ങനെ അപ്പോൾ അത് സിസ്റ്റർ ഇത് പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറയട്ടെ 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 പറയട്ടെ. ആ ചേട്ടൻ പറഞ്ഞു, തങ്കമ്മേ ബാബേ കുഞ്ഞേ ഇതല്ലാണ് കേട്ട ശക്തി. മുടിയെല്ലാം അങ്ങോട്ട് വെട്ടി, 2 കണ്ണും പൊട്ടി. സ്വത്രം. പിന്നെ അവനെ വല്ലത്തിന് കൊണ്ടാമോ? മുടി വെട്ടിയപ്പോ ശിംശോനെ ഇതാ ഫിലിസ്തീർ വരുന്നു. അതുവരെ ചാടി എഴുന്നേറ്റവൻ ചാടി കിട്ടുന്ന ഒരനക്കവും. ഇതിനകത്തിരിക്കുന്ന അനേകർക്ക് കൃപാവരം തന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ടവരുമുണ്ട്, പക്ഷെ മടക്കിയെടുത്തോളണം, മടക്കിയെടുത്തോളണം. പോകരുത്. ഒരിടത്തൂടെ ഒന്നിലൂടെയും നമ്മളിൽ ദൈവം തന്ന ആ സ്വർഗീയ കൃപകൾ, വരങ്ങൾ, വ്യത്യസ്തമായ പ്രവചനത്തിന്റെ, വ്യാഖ്യാനത്തിന്റെ, രോഗശാന്തിയുടെ, വീര്യപ്രവൃത്തിയുടെ, ആത്മാക്കളെ വിവേചിക്കുന്ന ആ ദൈവിക വരങ്ങൾ നമ്മളെ വിട്ടു പോകരുത്. ശുശ്രൂഷയുടെ വരങ്ങൾ, പ്രസംഗിക്കാനുള്ള കൃപകൾ, ഇടയ ശുശ്രൂഷയുള്ള കൃപകൾ, വ്യാഖ്യാനിക്കാൻ, ആത്മാക്കളെ വിവേചിക്കാൻ, രോഗികളെ സൗഖ്യമാക്കാൻ, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ, ഭൂതങ്ങളെ പുറത്താക്കാൻ ദൈവം തന്ന അധികാരങ്ങൾ. ഒന്നിൻ്റെ മുമ്പിൽ, ഇവിടെ ഒരു സ്ത്രീയുടെ കാര്യമാണ് മാത്രം പറഞ്ഞത്, പക്ഷേ അത് മാത്രമല്ല, പലതിൻ്റെയും മുമ്പിൽ വീഴും. ഇത് ഒരു കാരണം മാത്രമല്ല ഉള്ളത്. ഇത് ബൈബിളിൽ അതായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബൈബിളിൽ അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ ലോകത്തിലുള്ള പല കാരണങ്ങളാൽ അഭിഷേകം പോകും. ഈ കാരണം മാത്രമല്ല, പല കാരണങ്ങളാൽ ഒന്നിലൂടെയും നമുക്ക് ദൈവം തന്ന ശക്തി ചോർന്ന് കളയാൻ ഒരിടത്തും ഒന്നിലും വീണു കൊടുക്കരുത്. ശിംശോൻ വീണു, തകർന്നു. അവസാനം പിടിച്ചുകൊണ്ട് പോയി കണ്ണ് 2 എന്ത് ചെയ്തു? കുത്തിപ്പൊട്ടിച്ചു. അരി പൊടിക്കുന്നവരടുത്ത് കൊണ്ട് ആക്കി. സ്വത്രം. അത്രയും ബലവാനായ ആ ദൈവശക്തി പ്രാപിച്ച്, ആ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ച് ബലത്തോടെ നടന്നവൻ ഇന്ന് കാഴ്ചയില്ല, ഇന്ന് പൊട്ടക്കടനായി. സ്വത്രം. ഇന്ന് ആർക്ക് വേണോ തട്ടാം. ആർക്ക് വേണോ? അടിമയായില്ലേ? അഭിഷേകം പോയാൽ പിന്നെ നമ്മൾ പിശാചിൻ്റെ അടിമയാണ്. അവൻ തട്ടി ഒരു ബോൾ കിട്ടിയാൽ ഒരു കൈ തട്ടി, മറു കൈ തട്ടി, കണ്ടിട്ടില്ലേ? പൊട്ടക്കണ്ണനായ പോക്ക്. പിന്നെ തട്ടാനേ കൊള്ളാം. ദൈവത്തിന് സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. അഭിഷേകം ചോർന്നു പോകരുത്. ഒരു വിധത്തിലും ലോകത്തിലുള്ള പ്രപഞ്ച മോഹങ്ങളിൽ അഭിഷേകം ചോർന്നു പോകരുത്. അത്യാഗ്രഹങ്ങൾ, ജഡമോഹം, കൺമോഹം, 3 കാര്യം. ജഡമോഹം, കൺമോഹം, ഇതിൽ 3 പോകും. ഒരു കാര്യം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ബൈബിളിൽ അതായതുകൊണ്ട് ശിംശോൻ്റെ കാര്യം അതായതുകൊണ്ട് ഞാൻ ഊന്നി പറഞ്ഞതേ ഉള്ളൂ. എവിടെയും ഒന്നിലൂടെയല്ല, ഒന്നിലൂടെയും നമുക്ക് ദൈവം തന്ന കൃപ പോകരുത്. 16 വായിച്ചേ. 17 വായിച്ചേ. 16 വായിച്ചേ. അനന്തരം ശിംശോൻ ഗസ്സയിൽ ചെന്ന് അവിടെ ഒരു വേശ്യയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്ന് 18 വായിച്ചേ. 16:18 തൻ്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലീല ഫെലിസ്ത്യ ഫറൂഖന്മാരെ വിളിപ്പാൻ ആളയച്ചു. ഇന്ന് വരുവേൻ, അവൻ തന്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നു എന്ന് പറയിച്ചു. 22 വാക്യം വായിച്ചേ. അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി. വീണ്ടും എന്ത് ചെയ്തു? കഴിഞ്ഞ നാളുകളിൽ അഭിഷേകം നഷ്ടപ്പെട്ടിട്ട് വന്നവരുണ്ടല്ലോ, ഇത് ചെറുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് നഷ്ടപ്പെട്ടു, പക്ഷെ എന്ത് ചെയ്തു? വളരാൻ തുടങ്ങി. ഇതിനകത്ത് നഷ്ടപ്പെട്ടതെല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് നഷ്ടപ്പെടാൻ വിട്ടരുത്. അടുത്ത വരി വായിച്ചേ. അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ നമ്മുടെ വൈരിയായ ശിംശോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ച് കൂടി. 25 മുതൽ വായിച്ചേ. അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംശോനെ കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞ് ശിംശോനെ കാരാഗൃഹത്തിൽ നിന്ന് വരുത്തി അവൻ അവരുടെ മുമ്പിൽ കളിച്ചു. കണ്ടോ? കണ്ണു പോയാ പിന്നെ കളിക്കാനേ പട്ടമായി. കണ്ടോ? കൃപ പയ്യ പിന്നെ ആർക്ക് വേണം? പിന്നെ ഒരു വേസ്റ്റ്. നമ്മുടെ മേലൊരു അഭിഷേകമുണ്ട്. പിശാച് കിട്ടുകിട്ട വിറയ്ക്കുന്ന അഭിഷേകം എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും. പാതാളത്തെ മുട്ട് വിറപ്പിച്ച, ഭൂമിയെ കിടുകിട വിറപ്പിച്ച, സ്വർഗം എഴുന്നേറ്റ ആ നാഥനായൻ്റെ നിങ്ങളുടെ അകത്തിരിക്കുന്നത്. അടുത്ത വരി. തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത്. എവിടെയാണ്? തൂണുകളുടെ ഇടയിൽ. ശിംശോൻ തന്നെ കൈക്ക് പിടിച്ച് ബാല്യക്കാരനോട് ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരിയിരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു. 3000 ആൾക്കാരോളം അതിനകത്ത് ഉണ്ടായിരുന്നു. ആൾക്കാരിരുന്ന് ഇയാളെ
മാളികയ്ക്കകത്ത് എത്ര പേരുണ്ടായിരുന്നു? ഏതാണ്ട് പുരുഷന്മാർ സ്ത്രീകളുമായി ഏകദേശം 3000, 27 വാക്യത്തിൻ്റെ അവസാനമുണ്ട്, 3000 പേർ മാളികയ്ക്കൽ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇരിക്കുമ്പോൾ ഇവരുടെ 3000-ൻ്റെ നടുവിലാണ് ആര് കിടക്കുന്നത്? അഭിഷേകം പോയവൻ കിടക്കുന്നത്. പക്ഷേ അവൻ അവസാനമായി ദൈവത്തോടൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്നും അവസരം പോയിട്ടില്ല, അവസരം പോയിട്ടില്ല. നഷ്ടപ്പെടുത്തരുത് ഈ പുതുവർഷം. അതിനെല്ലാം മടക്കി പിടിച്ചുകൊണ്ട് 3000 പേരുടെ നടുവിൽ 2 കണ്ണുമില്ല, സ്തോത്രം, ശക്തിയും പോയി. അങ്ങനെ കിടക്കുമ്പോൾ ഈ മനുഷ്യൻ 28-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഒന്ന് ഓർക്കണമേ. എങ്ങനെ പ്രാർത്ഥിച്ചു? കർത്താവ് എന്നെ, അയാൾക്ക് എന്നെ അറിയാം, മറന്നു, എന്നെ ഒന്ന് ഓർക്കണം. അടുത്ത വരി, ഞാൻ ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫെലിസ്ത്യരോട് പ്രതികാരം ചെയ്യരുതിനെ ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ശക്തി എന്ന് പറഞ്ഞാൽ അസാധ്യ ശക്തിയാണ് പരിശുദ്ധാത്മാവ് നല്ല ശക്തി. എത്ര പേര് അതിനകത്തിരിക്കുകയാണ്? 3000 പേർ, 2 വലിയ തൂണ്. ഈ 3000 പേർ കൊള്ളുന്ന ആ മണ്ഡപത്തിൽ വെച്ചിരിക്കുന്ന മെയിൻ 2 തൂണിലാണ് ഈ മണ്ഡപം. ഈ തൂണ് വലിച്ച മണ്ഡപം വീഴും. നിങ്ങൾ നോക്കിയേ, അപ്പം എത്ര ബലമുള്ളതായിരിക്കും ഈ തൂണെന്ന് പറയാനാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. 3000 പേരിരിക്കും. നമ്മളിവിടെ ഈ പള്ളി എത്ര ഉണ്ടെന്ന് നോക്കിയേ, അപ്പം ഇതിൻ്റെ എത്ര മടങ്ങ് വരും? 3000 ഇരിക്കണം നോക്കി. അപ്പം അതിൻ്റെ തൂണ് ഈർക്കിലുണ്ടാണോ വയ്ക്കുന്നത്? അപ്പോൾ അതിനനുസരിച്ചുള്ള ഇത്രയും ബലമുള്ള തൂണിൽ എന്നെ പോലെയുള്ളൊരു സാധാരണ ആൾ, നിങ്ങളെപ്പോലുള്ളൊരു സാധാരണ ആൾ 2 തൂണിൽ എന്ത് ചെയ്തു? വായിച്ച വരി, ഞാൻ 2 കണ്ണിനും വേണ്ടി ഫിലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ടും ശിംശോൻ പിടിച്ച് അവയോട് ചാരി. പിടിക്കാൻ എത്തൂല, കൈ ഒരാളുടെ കൈ എത്ര വരും? പക്ഷെ ഒരു സൈഡിൽ ഇങ്ങനെ 2 സൈഡിൽ 2 പിടിച്ചു. പക്ഷെ ഇയാൾക്ക് ശക്തിയില്ല. പക്ഷെ സർവശക്തൻ എന്തുണ്ട്? ശക്തിയുണ്ട്, ശക്തിയുണ്ട്. ഒരിക്കലൂടെ എന്നെ തുടരണേപ്പാ, ഒരിക്കലൂടെ എൻ്റെ മേൽ കൃപയെ തരണേപ്പാ എന്ന് പറഞ്ഞാൽ മാറിപ്പോകുന്ന ഒരു ദൈവമല്ല. പിന്നെയോ വീണ്ടും കൃപ തരാൻ ഈ 2025-ലും യേശുപ്പ വന്നിട്ടുണ്ട്. നോക്കിയേ, 2 തൂണിലും പിടിച്ച്. അടുത്ത വരി വായിച്ചേ. ഞാൻ ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന്. കണ്ടോ, അവിടെ ഒരു വാക്കാണ് തെറ്റിപ്പോയത്. അയാൾ നരകത്തിൽ പോയെന്നൊന്നുമില്ല. പുതിയ നിയമത്തിനകത്ത് അയാളുടെ പേരുണ്ട്. എബ്രായർ 11 കാണിച്ചിട്ടുണ്ടോ? സ്വത്രം. ഈ ശിംശോൻ്റെ പേരവിടെ ഉണ്ട്. കർത്താവ് ഇവരിലൂടെ മരിക്കട്ടെ എന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷേ ഇയാൾ ആത്മഹത്യ ചെയ്യുന്നൊന്നും പറയാൻ പറ്റില്ല, അതെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഇയാൾ നരകത്തിലാണ് പോയിരുന്നെങ്കിൽ ഇവിടെ വരൂലായിരുന്നു. പക്ഷേ ഇവിടെ ഈ പ്രാർത്ഥനയിലിടയ്ക്ക് പാവമല്ല, ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. പാവമല്ല എന്ത് ചെയ്തിരിക്കുകയാണ്? ഏറ്റ് പറയുകയാണ്. പക്ഷെ ശക്തി പഴയതുപോലെ തന്നെ എന്ത് ചെയ്തു? ഇതിനകത്ത് പഴയതുപോലെ ഇരട്ടി ശക്തിയോടെ ആദ്യ സ്നേഹത്തിൽ, ആദ്യ ബന്ധത്തിൽ, ആദ്യ ശക്തിയിൽ പുറത്തെടുക്കുവാൻ അധികാരമുള്ള ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവിനെ നോക്കി ആർക്കൊക്കെ പറയാൻ പറ്റും? കർത്താവേ, ഒരിക്കലൂടെ അങ്ങയുടെ ശക്തി, അങ്ങയുടെ കൃപ, അങ്ങയുടെ അധികാരം, അങ്ങയുടെ അഭിഷേകം എൻ്റെ മേൽ തരണേപ്പാ. ഈ ലോകത്തിലുള്ള ഒന്നും കാണുമ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞടിക്കല്ലേ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതിലൊന്നിലും ഞാൻ വശീകരിക്കപ്പെടല്ലപ്പാ. ലോകത്തിലുള്ള ഒന്നിലും യേശുവിനെ മാത്രം ഞാൻ കാണാൻ, എൻ്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന, എൻ്റെ മുൻപിൽ നടക്കുന്ന, എൻ്റെ അകത്തിരിക്കുന്ന, എന്നോട് സംസാരിക്കുന്ന എൻ്റെ പ്രാണപ്രിയനെ കണ്ട് അപ്പൻ്റെ ആത്മാവിൻ്റെ വലിപ്പം എന്തെന്ന്, ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്തെന്ന് ഞാൻ കണ്ട് തിരിച്ചറിഞ്ഞ് ആരാധിക്കാൻ ആ ശക്തി എനിക്ക് തരണമേ. നഷ്ടപ്പെട്ട കൃപകൾ, നഷ്ടപ്പെട്ട വരങ്ങൾ, നഷ്ടപ്പെട്ട അഭിഷേകം എൻ്റെ മേൽ തരണമെന്ന് ഇതിനകത്ത് ആരെല്ലാം പ്രാർത്ഥിക്കുമോ, പ്രാർത്ഥിക്കുന്നവരുടെ ദൈവശക്തിയെ പകരും. അടുത്ത വാക്യം കൂടെ വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. വായിച്ചേ. ഫെലിസ്ത്യരോട് കൂടെ മരിക്കട്ടെ എന്ന് ശിംശോൻ പറഞ്ഞു. ശക്തിയോടെ കുനിഞ്ഞു. ശക്തിയോടെ എന്ത് ചെയ്തു? കുനിഞ്ഞു. അടുത്തവരെ. ഉടനെ ക്ഷേത്രം അതിലുള്ള ഉടനെ ക്ഷേത്രവും അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിന്റെ മേലും വീണു. അടുത്തവരെ. അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. അപ്പൊ ശക്തി തിരിച്ചു തരുമല്ലേ? ഒരിക്കലത്തേക്ക് തരുമല്ലേ? പക്ഷെ വീണ്ടും കളഞ്ഞിട്ട് വരല്ലേ? ഒരിക്കലും തരുമല്ലേ? തരും. ആ ശക്തി നമുക്ക് പ്രാപിക്കാം.
നമ്മൾ കരിക്കട്ടകളായിട്ടല്ല, പിന്നെ ഒന്ന് ഊതിയിട്ട് ആ ചാരത്തിൻ്റെ അടിയിൽ കിടക്കുന്നതിന് ഒന്നുകൂടെ ഒന്ന് തിളക്കാക്കി, ഒന്നുകൂടെ ഒന്ന് ശക്തിയോടെ, ഒന്നുകൂടെ ഒന്ന് ആത്മാവിൽ നിറയുക. പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഒരുവൻ ആണ്ടിൻ്റെ അരം മുതൽ ആ യേശുവിൻ്റെ വരെ ഒരു കൈ പിടിച്ചിട്ടുണ്ട്, മുൻപിൽ നടക്കുന്നുണ്ട്. ആരാണെന്ന് വെളിപ്പെടുത്തുന്ന വർഷം തീർന്നില്ല. നഷ്ടപ്പെട്ടതിനെ തിരികെ തരുന്ന വർഷം. അത് ഇരട്ടിയോടെ, ഒന്നിനെക്കുറിച്ചും പതറല്ലേ. നിനക്കെതിരെ നിൽക്കുന്ന സകല ശത്രു മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് ആത്മാവിൻ്റെ ജയത്തോടെ അതിൻ്റെ കൂടെ ചാകട്ടെ എന്നല്ല, പിന്നെ കർത്താവേ ഇത് അങ്ങനെ ജീവിക്കാൻ, അപ്പൻ്റെ മഹത്വമായി മാറാൻ